ഹായ് ഹാപ്പി മോർണിംഗ്. ഞാൻ ഷിജു ചെമ്പ്ര, BNA എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കാലിക്കറ്റ്, കണ്ണൂർ, വയനാട് ആൻഡ് കാസർഗോഡ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മൾ കൂടെ ഉള്ളത്. എഞ്ചിനീയർ പ്രവീൺ തോമസ് ആണ്, ഗ്ലോറി കൺസ്ട്രക്ഷൻ. അപ്പം ഇന്ന് കണ്ണൂരിനെ സമയത്തോളം BNA 3 വർഷത്തോളമായി കണ്ണൂർ വന്നിട്ട് 1000 crores ഓഫ് ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു മെഗാ സക്സസ് ആക ഇവൻ്റ് നടക്കുന്നുണ്ട് ഈ 3rd നമ്മുടെ നായനാർ അക്കാഡമിയിൽ വെച്ചിട്ട്. അപ്പോൾ ആ പ്രോഗ്രാമിനകത്ത് ഏറ്റവും നന്നായിട്ട് ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ളത് പ്രവീൺ തോമസ് ആണ്. സോ എനിക്ക് പ്രവീൺ തോമസിനോടാണ് ചോദിക്കാനുള്ളത്, ഗ്ലോറി കൺസ്ട്രക്ഷൻ എന്താണ് നിങ്ങളെ ഈ ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ തന്ന ഒരു ഘടകം എന്താണ് എന്ന് പറയാമോ? സാർ, അത് BNA എന്ന് പറഞ്ഞ 3 അക്ഷരം തന്നെയാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2.5 വർഷമായിട്ട് BNA ജോയിൻ ചെയ്തിട്ട്, അതിന് മുമ്പിൽ കുറേ കാലം കയറി BNA കുറിച്ച് അറിയാം. ഈ 2.5 വർഷമായിട്ട് ഞാൻ കണ്ണൂർ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് BNA ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുണ്ട്, ഒരുപാട് പേര് സ്പോൺസേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. അത് അവർ മുടക്കിയ പൈസേക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. സത്യത്തിൽ അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി പോലും വന്നില്ല. ഞാൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസരം കിട്ടിയ സമയത്ത് തന്നെ ഞാൻ കൈപൊക്കി, ഞാൻ അതിൻ്റെ മെയിൻ സ്പോൺസർ ആകുമെന്ന് പറഞ്ഞു. അതാണ് അതിന് മെയിൻ കാരണം. ഗ്ലോറി കൺസ്ട്രക്ഷൻസ് ഭവന നിർമ്മാണ മേഖലയിലാണോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനകത്ത് സാധാരണ ഒരു കസ്റ്റമർ ഇതിനകത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഒരു വീടുണ്ടാക്കുന്നതുമായി സംബന്ധിച്ച്? സാർ, നമുക്കൊരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവർക്ക് മെയിനായിട്ട് വേണ്ടത് അവരുടെ വീടിനെ കുറിച്ചൊരു സ്വപ്നമാണ്. അതായത് അവർക്ക് എങ്ങനെ വീട് വേണമെന്നൊരു ഡ്രീം ആദ്യം അവർക്ക് കയ്യിൽ വേണം. സാറിനറിയാം, നമുക്ക് പലപ്പോഴും കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ചിലപ്പോൾ പല കാര്യങ്ങൾ പണിയുന്നുണ്ടാവും. ഒരു ബിൽഡിംഗ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഷോപ്സ് എടുക്കുന്നുണ്ടാവും, വലിയ ഷോപ്പിംഗ് മാൾസ് പണിയുന്നുണ്ടാവും. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ഡ്രീം ചെയ്ത് പണിയുന്ന സാധനം ഒരു വീടാണ്. സത്യത്തിൽ വീടാണ് അവർക്ക് റിട്ടേൺസ് ഒന്നും തരാതിരിക്കുന്ന സാധനം. പക്ഷേ അവർ ഏറ്റവും വലിയ ഡ്രീമും ആ വീട് തന്നെയാണ്. അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവുക എന്നാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ വ്യക്തമായ ധാരണ സാധ്യത ഒരു ക്ലയൻറ്റ് ചിലപ്പോൾ ഫസ്റ്റിൽ പോകുന്നത് ആർക്കിടെക്റ്റിനെ എടുത്തേക്കായിരിക്കും. ആ ആർക്കിടെക്റ്റ് ആണ് ഈ അവരുടെ ഐഡിയാസിനെ ഒരു പേപ്പറിലേക്ക് മാറ്റുന്നത്. ഞങ്ങൾ ആ പേപ്പറിലൊരു സാധനം യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം ഇപ്പം വീട് ഉണ്ടാക്കണം, അപ്പം അയാൾക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ടൊരു ടെക്നിക്കൽ നോളജ് ഉണ്ടാവില്ല. അയാളുടെ മനസ്സിലൊരു വീട് ഉണ്ടാവും. ആ മനസ്സിലൊരു വീട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്ലോറി കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ പ്രവീൺ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളൊരു ആർക്കിടെക്റ്റിൻ്റെ സഹായം പുറത്തുനിന്നുള്ള ആർക്കിടെക്ട്സിൻ്റെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആർക്കിടെക്ട്സ് ഉണ്ട്. അപ്പം ഒരു ക്ലയൻറ്റ് നേരിടുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവർക്ക് ഇത് കൺവേ ചെയ്ത് ഞങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് അവരുടെ ആശയം, അവരുടെ സങ്കല്പം എന്താണ് എന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക എന്നൊരു ബുദ്ധിമുട്ട് അവർ നേരിടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നമുക്ക് സഹായിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവരെ ഓരോ കാര്യങ്ങളിലും പിക്ചേഴ്സായിട്ട് നമുക്കിപ്പം ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ പിക്ചേഴ്സ് അവരുടെ മനസ്സിൽ സങ്കല്പത്തിൽ ഇതാണ് ഉള്ളതെന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ആക്കിയെടുത്തിട്ട് നമുക്ക് അതിൽ ഈ പറഞ്ഞ ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ചലഞ്ചസ് ഫസ്റ്റ് ഇനീഷ്യലി അവർ നേരിടുന്ന ചലഞ്ചസ് അതാണല്ലേ. അപ്പോൾ അതിൽ പ്രവീൺ തോമസും ഗ്ലോറി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ കൂടെ ഇരിക്കും, അവരെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇരിക്കും, അവരെ ടേസ്റ്റ് മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ട് അവർക്ക് ഉള്ള ആശങ്കകൾ മാറ്റിക്കൊണ്ട് തന്നെ ഒരു കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം ഈ ഗ്ലോറി കൺസ്ട്രക്ഷൻസ് എന്തൊക്കെ എത്ര വർഷമായി എന്തൊക്കെ ഫെസിലിറ്റിയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഗ്ലോറി കൺസ്ട്രക്ഷനിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ഞങ്ങൾ കഴിഞ്ഞ 41 വർഷമായിട്ട് മേഖലകളിലാണ്. 41 ഇയേഴ്സ്. അതൊരു വലിയൊരു ലോങ് പീരീഡ് ആണ്. കാരണം ഒരു കൺസ്ട്രക്ഷനിൽ ഇത്രയും വർഷമായിട്ട് അപ്പോൾ ഏകദേശം എത്ര 41 വർഷമായിട്ട് എത്ര ക്ലയൻസ് ഉണ്ടാവും, എത്ര കസ്റ്റമേഴ്സ്? ഒരു 10,000 ക്ലയൻസ് ഓൾറെഡി 10,000 മുകളിൽ ഇപ്പോൾ ക്ലയൻസ് ഇപ്പോൾ നമുക്കുണ്ട്, നിലവിലുണ്ട്. ഞങ്ങൾ അറ്റ് എ ടൈമിൽ തന്നെ 60-നും 100-നും ഇടയ്ക്ക് കൺസ്ട്രക്ഷൻ ഒരുമിച്ച് എടുത്ത് ചെയ്യുന്ന ടീമാണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 300-അധികം ലേബേഴ്സും ഒരു 40-അധികം സ്റ്റാഫ്സ്, എഞ്ചിനീയേഴ്സ് അടക്കമുള്ള സ്റ്റാഫ്സും ഉണ്ട്. ഈ സ്റ്റാഫ്സ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ഒരു 15-20 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഞങ്ങളുടെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇനി ഞങ്ങൾ നൽകുന്ന സേവനം എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് വെറുതെ അവരൊരു വീടിൻ്റെ ഒരു ഡ്രീമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി. ആ ഡ്രീമിന് നമ്മൾ ആദ്യം നമ്മളൊരു പ്ലാനിങ് തൊട്ടിട്ട് അതിൻ്റെ വേണ്ട പെർമിഷൻസ് തൊട്ടിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഹാൻഡ് ഓവറിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് പേപ്പർ വർക്ക്, അതായത് നമ്പറിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്തരം സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെ ഏറ്റവും നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം മാർക്കറ്റിലകത്ത് 41 വർഷം ഉണ്ടാവുക, 10,000-ൽ പകരം ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് BNA പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ 400-ൽ പരം ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് ജോബ് കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്തൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മുടെ മാർക്കറ്റിലെ സെയിം കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഡിഫറൻസ് പറയാൻ വേണ്ടി പറ്റുക? മറ്റുള്ള ആൾക്കാരിൽ നിന്ന് എന്ത് ഘടകമാണ് നിങ്ങളെ സക്സസ്ഫുൾ ആകാൻ സഹായിച്ചത്? കാരണം 41 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്, ഇത്രയും കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ട്. എന്തായിരിക്കും ആ പോയിന്റ്? കാരണം നിങ്ങൾ ചെയ്യുന്ന കുറച്ച് USPs ഉണ്ടാവും. ഞങ്ങളുടെ മെയിൻ സാധനം 41 വർഷം തന്നെയാണ്. ഈ 41 വർഷത്തെ എക്സ്പീരിയൻസ്
അത് മെയിൻ ഒരു ഘടകം തന്നെയാണ്. ഈ 41 വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു നിർമ്മാണ മേഖലയിൽ ചേഞ്ചസ് സംഭവിക്കുന്നത് ഒരു 3 മാസത്തിനിടയ്ക്കും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഈ 41 വർഷമായിട്ട് ഈ ചേഞ്ചസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആ കാര്യത്തിൽ. കാരണം നമ്മളെപ്പോഴും നമുക്ക് ഓരോ ക്ലയൻസ് വരുമ്പോൾ അവരുടെ പുതിയ ആശയങ്ങളായിട്ട് വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും കസ്റ്റമൈസ്ഡും ആണ്. അപ്പം കസ്റ്റമർ എന്താണ് അവരുടെ ഡ്രീം, അവർക്ക് എന്താണ് അവർ സ്വപ്നം കാണുന്നത്, ആ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് അപ്ഡേറ്റഡും ആണ്. ഈ 40 വർഷമായി ചേഞ്ചസ് ഞങ്ങൾ കാണുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ യൂസ്. കാരണം പണ്ടത്തെ പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് മാറി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു തന്നെയാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡായ നമ്മുടെ എഞ്ചിനീയേഴ്സാണ്, എക്സ്പീരിയൻസ്ഡായ ലേബേഴ്സാണ്. ഈ ലേബേഴ്സ് എന്ന് വെച്ചാൽ ഈ 41 വർഷമായിട്ട് ഞങ്ങൾ തുടങ്ങിയാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 35 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫ് ഇപ്പോഴും ഉണ്ട്. ലേബേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു പപ്പേൻ്റെ കൂടെ എടുത്തുകൊണ്ടിരുന്ന ലേബേഴ്സ് ഇപ്പോഴും ഞങ്ങളോട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം മോസ്റ്റ്ലി എക്സ്പീരിയൻസ് ആണ്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ പ്രവീൺ തോമസ് BNA ഉണ്ട്. BNA വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ഏറ്റവും കൂടുതൽ BNA ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കുമല്ലോ കാരണം ഈ ടൈറ്റിൽ സ്പോൺസർഷിപ്പിലേക്കൊക്കെ വന്നത്. അപ്പോൾ BNA നിങ്ങൾ വന്നതുകൊണ്ട് ഗ്ലോറി കൺസ്ട്രക്ഷന് കിട്ടിയിട്ടുള്ള കുറച്ച് പോസിറ്റീവായ കാര്യങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി പറ്റും? യെസ്, BNA വന്നതിന് ശേഷം കിട്ടിയ ഗുണമെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ്സിൽ ഞാൻ മാസ്റ്റർ ആണെങ്കിൽ പോലും എനിക്ക് ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര പേടിയും മടിയുള്ള ഒരാൾ വരും. എനിക്ക് ആദ്യം ഈ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പ്രസിഡൻ്റ് ആയ അവസരം കിട്ടി. സത്യത്തിൽ അന്നേരമാണ് എനിക്ക് ഈ ആളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഒരു സ്ട്രെങ്ത് കിട്ടിയത്. അതിപ്പം 2ാം വട്ടം എനിക്ക് പ്രസിഡൻ്റ് ആകാൻ ഒരു ചാൻസ് ഇപ്പോഴും ഇനിയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈമിലേക്ക് ഞാൻ തന്നെയാണ് അടുത്ത പ്രസിഡൻ്റ് ആകുന്നത്. അപ്പം എനിക്കത് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. തന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാലും ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ ഈ 41 വർഷമായപ്പോൾ ഞങ്ങൾ ഒരു 4 വർഷമായിട്ട് കണ്ണൂർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു. അതുവരെ ഞങ്ങൾ മലയോര മേഖലയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. കണ്ണൂർ മേഖലയിലേക്ക് എൻ്റർ ചെയ്ത് ഞങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് നമുക്ക് കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കണം, അല്ല നമ്മൾ എന്തെങ്കിലും സപ്ലൈ എടുക്കണം. നമ്മൾ BNA ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനൊരു ക്ലയൻറ്റ് ചെല്ലുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്ലയൻറ്റ് ഒരു കടയിൽ ചെന്ന് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ അടുത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന പോലെ നമ്മൾ ചെല്ലുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്, അത് വർക്കിൻ്റെ ക്വാളിറ്റിയിലടക്കം നമുക്ക് റിഫ്ലക്ഷൻ. അതാണ് BNA കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഒരുപാട് എനിക്ക് കോൺടാക്ട്സ് കിട്ടി. എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിലേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ കോൺടാക്ട്സ് ഉള്ള കണ്ണൂരാണ്, സുഹൃത്തുക്കളുള്ളത് കണ്ണൂരാണ്. അത് BNA ത്രൂ തന്നെ വന്നതാണ്. അപ്പോൾ എഞ്ചിനീയർ പ്രവീൺ തോമസ് ഒരു സെക്കൻഡ് ജനറേഷൻ ഓണ്ടർപ്രണർ ആണല്ലോ. കാരണം നിങ്ങളെ സ്ഥാപനം 41 വർഷമായി. ഇനി പ്രവീൺ തോമസിന്റെ ലീഡർഷിപ്പിൽ അടുത്ത ഒരു 20 വർഷമോ എങ്ങനെയോ ഗ്ലോറി കൺസ്ട്രക്ഷൻ എവിടെ എത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ഫാദറും അങ്ങനെ ഫാമിലിയും കണ്ട അവർ 41 വർഷത്തേക്ക് എത്തിയ ആ ഒരു സ്ഥാപനത്തെ അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? കാരണം അത് നിങ്ങളെ സമയത്തോളം കസ്റ്റമേഴ്സിലേക്ക് അത് എത്തുമല്ലോ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെ, 41 വർഷത്തിൽ 30 വർഷം നടത്തിയത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ജനറേഷനാണ്. 11 വർഷമായിട്ട് ഇപ്പം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് ഗ്രോത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവിടെ ആ ഒരു മലയോര മേഖലയിൽ നമുക്ക് കണ്ണൂർ സിറ്റിയിലേക്ക് വന്നു. എറണാകുളത്തും കർണാടകത്തിലും വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വലിയൊരു ഗ്രോത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. 11 വർഷമൊക്കെ വലിയ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ജനറേഷനിലേക്ക് ഞാൻ ഈ സാധനം കൈമാറുമ്പം എൻ്റെ അഭിപ്രായത്തിൽ വളരെ വലിയ ലെവലിലേക്ക് ഈ സാധനം എത്തണം. അതാണ് എൻ്റെ ഒരു ഡ്രീം. നമ്മൾ അടുത്ത ആൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു സ്ട്രക്ചറായി മാറും. ഓക്കെ, ഒരു പുതുതായിട്ടൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആൾക്കാരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു ഉപദേശം എന്തായിരിക്കും? സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അവരുടെ ഡ്രീമിനെ അവർ കൺവേ ചെയ്യുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് പ്ലാനിങ് സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പോസിബിളാണ്, ഈസിയാണ്. പക്ഷേ അത് എക്സിക്യൂഷൻ സമയത്ത് നമുക്ക് മാറ്റങ്ങളെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടും കോസ്റ്റ്ലിയാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു പ്ലാൻ ആക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഡ്രീം കറക്റ്റായിട്ട് അവരുടെ സ്വപ്നം തന്നെയാണോ ആ വീടിനുള്ളതെന്ന് കറക്റ്റായിട്ട് അവർ നോക്കി വെക്കുക എന്നുള്ളതാണ് ഇനീഷ്യലി ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം ഇമെയിൽ. അപ്പം നമുക്ക് ഈ കസ്റ്റമേഴ്സിനോട് നമുക്കിപ്പം ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഏതൊരാളും വീടെടുക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള വീടായിരിക്കണം എൻ്റെത്. അത് എത്ര വർഷത്തോളം അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ചേഞ്ചസ് വരുന്ന സമയത്ത്, ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും വീടിൻ്റെ സമയത്തും നമ്മളെ വീട് എപ്പോഴും കാണുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, കസ്റ്റമേഴ്സ്, ക്ലയൻസ് നന്നായി എന്ന് പറയണം. അപ്പം അങ്ങനെ ആവുന്ന ആ ഒരു സിറ്റുവേഷനകത്ത് നിന്ന് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷനിൽ വരുന്നത്? നമ്മുടെ കൺസ്ട്രക്ഷൻ മേലെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ 3 മാസമായിരിക്കും ട്രെൻഡ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ ട്രെൻഡ്സ് മാറിക്കും. ലേറ്റസ്റ്റ് ആയ പ്രൊഡക്ട്സ് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പം ഇനീഷ്യലി പറയാനുള്ളത്, നമുക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കാലാവസ്ഥയായിട്ടാണ്.
നമുക്ക് നമ്മുടെ ഒരു കേരളത്തിലെ ക്ലൈമറ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ചൊരു വീട് വെക്കുകയാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് വളരെ നല്ലത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റൈൽ മാറി പോകാനും പാടില്ല. അതപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റ് എൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് അവർ പല ഡ്രീമും കൊണ്ട് വന്നാലും നമുക്ക് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആരും നമ്മൾ നിർബന്ധിക്കില്ല. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നല്ലത് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ പരമാവധി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കും. അവരെ മനസ്സിലാക്കി ചെയ്യിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത്. അതാണ് ഇതിനകത്ത്. എക്സലന്റ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നമ്മളൊരു ഗുണനിലവാരം, ആ ക്വാളിറ്റി നമുക്ക് അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്ഥാപനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ കൺസ്ട്രക്ഷനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ? ഫസ്റ്റിൽ നമുക്ക് 2 ഘട്ടങ്ങളായിട്ട് നമ്മുടെ വീടിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഒന്ന് ഇനീഷ്യലി നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഘട്ടം എന്ന് പറയും. അതിൽ നമ്മൾ ഒരു കോംപ്രമൈസും വരുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മെറ്റീരിയൽസിൻ്റെ കേസായാലും ശരി, അതിൻ്റെ വർക്കിൻ്റെ കേസായാലും ശരി, ഒരു കോംപ്രമൈസും അതിനാൾ നിൽക്കുകയില്ല, അത് ചെയ്യുകയില്ല. പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനകത്ത് അതായത് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ അതിനെ എൻഷൂർ ചെയ്യുക. കാരണം അത് വേറെ വെൻഡേഴ്സ് ആയിരിക്കുമല്ലോ. അതെ, ബ്രാൻഡഡ് ആണ്. അതായത് നമ്മളിപ്പോൾ സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക്കായിട്ട് ഉപയോഗിക്കുന്ന സിമെൻറ്റുകളുണ്ട്. ആ സിമെൻറ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഓൾറെഡി കസ്റ്റമേഴ്സിനെ ബോധിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇന്ന സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത്, സ്റ്റീൽ. ഓക്കെ, അത് നമ്മൾ ബോധിപ്പിക്കും. പിന്നെ നമുക്കിവിടെ ഈ കണ്ണൂർ മേഖലയിൽ, ഈ മേഖലയിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ലാറ്ററൈറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ലാറ്ററൈറ്റ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ബാക്കി ബാക്കി എന്തെങ്കിലും സാധനം സൈറ്റിൽ വന്നാൽ റിജക്ട് ചെയ്യും. അതുപോലെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ മെറ്റൽസ്, എംസാൻസ്, ഇതാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഇല്ലാത്ത സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. അത് ക്വാളിറ്റി ഞങ്ങൾ അഷ്യൂർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ റോ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചു താങ്കൾ. കാരണം ഒരുപാട് വർഷം താങ്കളുടെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ ക്വാളിറ്റി ഉറപ്പുവരുത്താനും ഇവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അപ്ഡേറ്റഡ് ആയ അവർ സ്കിൽഡ് ആണോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്താം? ഇതാണ് നമ്മൾക്ക് സ്കിൽ. നമ്മൾ ആദ്യം ഇനിഷ്യലി ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ആർക്കിടെക്ട്സ് വരച്ച ഡ്രോയിങ് അത് പ്രകാരം തന്നെയാണ് സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഉറപ്പുവരുത്തും. തീർച്ചയായിട്ടും. അത് നമ്മളിപ്പം പല ലെയറിലായിട്ടാണ് പോകുന്നത്. നമുക്കൊരു ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ഉണ്ട്. ഇപ്പം ആദ്യം നമുക്ക് പ്ലാനിങ്ങിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, ആ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഈ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം വരച്ച് ഡയമെൻഷൻസ് എല്ലാം കറക്റ്റാക്കി അതിൻ്റെ പ്ലാൻ എലിവേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്ത് തരുന്നത്, എല്ലാം കറക്റ്റ് ചെയ്ത് അത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എങ്ങനെയാണോ അത് കൊടുത്തത് അതേപോലെ അവർ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനെ അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വേറെ ക്വാളിറ്റി ഡിവിഷൻസ് ഉണ്ട്. അത് ഞങ്ങൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്താണ് പോകുന്നത്. ഓരോ ഘട്ടത്തിലും ക്രോസ് ചെക്ക് ചെയ്ത് ഓരോ ഘട്ടത്തിനും അത് കൃത്യമായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ആ ക്വാളിറ്റി എൻഷൂർ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കസ്റ്റമറെ സമയത്തോളം അവർക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് തുടക്കം മുതൽ അവസാനം വരെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നവരെല്ലാം തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യും. അതെ, ഞാൻ പല ക്ലയൻസിനും ഞാൻ കാണുന്നത് ചിലപ്പോൾ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്തായിരിക്കും. കാരണം ഞങ്ങളുടെ പല ക്ലയൻസും വിദേശത്താണ് ഉള്ളത്. അപ്പോൾ അവർ മിക്കവാറും നമുക്ക് ഓൺലൈനിലോ ഫോണിലായിരിക്കും ഞങ്ങൾക്ക് കോൺട്രാക്റ്റെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട ക്ലയൻസ് ഒരുപാട് എണ്ണമുണ്ട്. അപ്പോൾ അത് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണത്. ആ വിശ്വാസം പരമാവധി ശരിയാക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്, ശരിയാകുന്നുണ്ട്. അപ്പോൾ ഈ ദൂരത്തുള്ള കസ്റ്റമേഴ്സ്, ക്ലയൻസിന് അവർക്ക് ഇതിൻ്റെ പ്രോഗ്രസ് കാണാനും ഡേ ടു ഡേ വിലയിരുത്താനും അത് മെഷർ ചെയ്യാനുള്ള എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ടെക്നോളജിയോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ എല്ലാ സൈറ്റ്സിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറേൻ്റെ സ്ട്രീമിംഗ് അവർക്ക് ലൈവ് സ്ട്രീമിംഗ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ എപ്പോൾ എഞ്ചിനീയർ സൈറ്റ് വിസിറ്റ് ചെയ്യാലും അവിടുന്ന് ഫോട്ടോസ് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഞങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നത്. ഓക്കെ, ഒരു കസ്റ്റമറെ സമയത്തോളം ഗ്ലോറി കൺസ്ട്രക്ഷനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളെ ആൾക്കാർ പ്രോപ്പർ അതാത് സമയത്ത് കറക്റ്റായിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രോഗ്രസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതെ, ഓക്കെ. അപ്പം ഇനിയും ഈ രീതിയിൽ എന്തെങ്കിലും BNAയുടെ ഭാഗത്തു നിന്ന് ഈ നമ്മുടെ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് നമുക്ക് ഗ്ലോറി കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ എത്രത്തോളം നമ്മൾ BNA മറ്റ് കാറ്റഗറി മെമ്പേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ പറ്റാറുണ്ട്? ഒരുപാട് മേഖലയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എടുക്കുന്ന മിക്കവാറും സൈറ്റ്സുകളെല്ലാം BNAയിൽ അസോസിയേറ്റ് തന്നെയാണ് പോകുന്നത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം BNAയിലെ മെമ്പേഴ്സ് ത്രൂ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഏത് വർക്കായാലും. ഓക്കെ. ഇപ്പോൾ നമുക്ക് BNA വന്നിട്ട് ഇപ്പം നമ്മുടെ BNAയിൽ കിണർ കുത്താനുള്ള ആൾക്കാരുണ്ട്, BNAയിലുണ്ട്. നമുക്ക് ലാറ്ററൈറ്റ് കല്ല് സപ്ലൈ ചെയ്യുന്ന സിമെൻറ്റ്, സ്റ്റീൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എല്ലാ റോ മെറ്റീരിയൽസും, ടൈൽസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വയറിങ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈവൻ ഇഫ് പെയിൻറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ പെയിൻറ്റ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്, വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ആൾക്കാരുണ്ട്. എല്ലാ കാര്യങ്ങളും BNA ത്രൂ തന്നെയാണ് പോകുന്നത്. ഞാൻ ഇപ്പം റീസെൻ്റായി എടുക്കുന്ന എല്ലാ വീടിൻ്റെ എല്ലാ വർക്കുകളും ത്രൂ BNA പോകുന്നത് തന്നെയാണ്. കൺസ്ട്രക്ഷൻ കഴിഞ്ഞാലും ഹൗസ് വാമിംഗ് മുതൽ അതിന്റെ പ്രൊട്ടക്ഷൻ മുതൽ സെക്യൂരിറ്റി അല്ലെ, ഇൻഷുറൻസ് മുതൽ ഇവന്റ്സ് മുതൽ എല്ലാം തന്നെ ഇവരൊക്കെ സേവനം ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ്.
അതിൽ നല്ല ക്വാളിറ്റി എനിക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട്, സർവീസും എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു ഒരു വെണ്ടറോട് സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കുന്നില്ല, എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ, കാരണം ഇവരുടെ ഒരു കൊളാബറേഷനും കോക്രിയേഷനും കൊണ്ടാണ് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഏറ്റവും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് 1000 crores ഓഫ് ബിസിനസ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നല്ലൊരു റോള് നിങ്ങൾക്കുമുണ്ട്. കാരണം നമ്മളെ റീജിയന് വേണ്ടിയിട്ട് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കോടിയുടെ ബിസിനസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എത്ര കോടിയുടെ ബിസിനസ് ഇതിനകത്ത്? 13.5 കോടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ്, സൂപ്പർ. കാരണം 13 കോടിയുടെ ഒരു ബിസിനസ് നമ്മുടെ ഫെലോ മെമ്പേഴ്സിന് കൊടുക്കുക, മെമ്പേഴ്സിന് മാത്രമല്ല നമ്മുടെ കണ്ണൂരിലെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക. അതുവഴി നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡിങ് തന്നെ അവിടെ സാധിച്ചിട്ടുണ്ട്. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഏറ്റവും 400-ൽ പരം ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് ജോലി കൊടുക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ട് ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡർ ആവാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ പ്രവീൺ തോമസിനും ഗ്ലോറി കൺസ്ട്രക്ഷനും സാധിക്കട്ടെ. താങ്ക് യു. സർ.